പാലക്കാട് ആനക്കരയിൽ കിണറ്റിൽ വീണയാളെ രക്ഷിച്ച് കരക്കെത്തിച്ചപ്പോൾ ചുരുളഴിഞ്ഞത് പ്രദേശത്തെ മോഷണകഥ. തമിഴ്നാട് സ്വദേശികളും നിരവധി മോഷണ കേസുകളിലെ പ്രതികളുമായ കരുണാനിധി, ജയരാമൻ എന്നിവരാണ് പിടിയിലായത്. ആനക്കര സ്വദേശികളായ മൂവർ സംഘം തൃശൂരിൽ നിന്നും മടങ്ങുന്നതിനിടെയാണ് വടക്കത്ത് പടിയിൽ വെച്ച് കിണറ്റിൽ വീണ സുഹൃത്തിനെ രക്ഷിക്കാൻ ഒരാൾ അഭ്യർത്ഥിക്കുന്നത്. ഉടൻ തന്നെ തൃത്താല പോലീസിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തി കിണറ്റിൽ വീണയാളെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിൽ നിന്ന് ചില്ലറ പൈസ ലഭിച്ചതോടെയാണ് മോഷണ കഥ പുറം ലോകം അറിയുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് ചെറിയാളാണ്. അപ്പോൾ ഈ റോഡിന്റെ പക്കൽ പരിചയമില്ലാത്ത ആളെ കണ്ട് അങ്ങനെ എന്താ അവിടെ നിൽക്കുന്നത് വെച്ചപ്പോൾ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ സംശയം തന്നിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ചോദിച്ചപ്പോൾ ഒരാൾ കിണറ്റിൽ വീണിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ സംഭവം ആളിവിടെ കിണറ്റിലുണ്ട് ഒരാൾ. അപ്പോൾ ഇയാളോട് എങ്ങോട്ട് വന്നത് എന്താ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞാൽ ഉൾട്ടാണ്, ഒന്ന് പട്ടാമ്പിക്കാണ്, പട്ടാമ്പിക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പറഞ്ഞു ബീവറേജിൽ നിന്ന് വന്നതാണെന്ന്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ 12:30 9 മണിക്ക് അടക്കുന്ന ബീവറേജിൽ നിന്ന് ഇപ്പോൾ എന്തായാലും ഇവിടെ 12:30 എത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംശയം തോന്നി. പിന്നെ അങ്ങനെ പോലീസിന് ഇൻഫോം ചെയ്ത് പോലീസ് വന്നു, ഫയർഫോഴ്സ് അങ്ങനെ ആളെ കയറ്റി. പിന്നെ അവർ കൊണ്ടുപോയി. അത്ര തന്നെ ഉണ്ടായി. ആനക്കര ഡയറ്റ് ലാബ് സ്കൂളിന് സമീപം ആൾതാമസമില്ലാത്ത 2 വീടുകളിലായിരുന്നു മോഷണം. കരുമാമ്പുറത്ത് ബാലകൃഷ്ണന്റെ അടുക്കള ഭാഗത്തെ ഗ്രില്ലിലെ 2 പൂട്ടുകളും ഡോറും തകർത്താണ് മോഷണം നടത്തിയത്. സമീപത്തെ സഹോദരിയുടെ വീട്ടിലും മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. ഇവിടെ 2 ആഴ്ച മുൻപും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പണവും നടരാജ വിഗ്രഹവും മോഷണം പോയതായി വീട്ടുടമ പറഞ്ഞു. ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട് പുറഭാഗം ഗ്രില്ല് പൊട്ടിച്ച് കണ്ടത്. ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് ഹുണ്ടിയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു നടരാജ വിഗ്രഹം ചെറുതുണ്ടായിരുന്നു, അതും പോയി. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ചെറിയൊരു നല്ല ടോർച്ച് ഉണ്ടായിരുന്നു, അതും കാണാനില്ല. വീട്ടുകാരുടെ പരാതിയിൽ തൃത്താല പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചോദ്യം ചെയ്യലിൽ തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി, ജയരാമൻ എന്നിവരാണ് 2 വീടുകളിലും മോഷണം നടത്തിയതെന്ന് സമ്മതിച്ചതായി തൃത്താല പോലീസ് പറഞ്ഞു. കരുണാനിധി നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.